ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് വീണ്ടും കോൺഗ്രസ് ആവുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചു കാലം ശബരിമല ഇഷ്യൂവും EDയും ഒക്കെ കാര്യം കൊണ്ടുപോയി. പക്ഷേ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ തമ്മിൽ തല്ലാതിരിക്കുക? ഇപ്പോഴത്തെ വിഷയം എന്താ? വിഷയത്തിനാണോ പഞ്ഞം? അതിങ്ങനെ മല പോലെ കിടക്കുകയല്ലേ? അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. കാര്യം ചെറുതാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് വളരെ വലുതാണ്. ഇതിനെതിരെ പരസ്യ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചെറിയ ആളുകളൊന്നുമല്ല, കൊമ്പത്തെ പുള്ളികൾ തന്നെയാണ്. കെ മുരളീധരനും ബിന്ദു കൃഷ്ണയും ഒക്കെ കലിപ്പുമായി വന്നിട്ടുണ്ടെങ്കിലും മുട്ടൻ കലിപ്പുമായി നിൽക്കുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അതിലൊരു പേഴ്സണൽ താല്പര്യം കൂടി ഉണ്ട് എന്ന കാര്യം സമ്മതിക്കാതെ വയ്യ. നമ്മുടെ ചാണ്ടി ഉമ്മന് ജനറൽ സെക്രട്ടറി ആവണമെന്ന മോഹം കലശലായി തന്നെ ഉണ്ടായിരുന്നു. കെ മുരളീധരന്റെ ശുപാർശ കൂടി ആയപ്പോൾ എന്തായാലും കാര്യം നടക്കുമെന്ന് പുള്ളി കുറേ കിനാവ് കണ്ടതുമാണ്. എന്നാൽ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ചാണ്ടിയുടെ വേദനയ്ക്ക് പുല്ലുവിലയാണ് പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും കൊടുത്തിരിക്കുന്നത്. അതോടുകൂടിയാണ് പുള്ളിക്കാരൻ വാ തുറന്ന് എന്തെല്ലാമോ പറഞ്ഞത്. അതോടുകൂടി മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണതുപോലെയായി. KC വേണുഗോപാൽ ആശാനെ നന്നായൊന്ന് പിടിച്ചു കുടഞ്ഞു എന്നാണ് കേട്ടത്. എന്നാൽ കലിച്ചാൽ ഞെക്കിക്കൊല്ലും ടൈപ്പായ ചാണ്ടി തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് KPCCയുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും എക്സിറ്റ് ആയിക്കൊണ്ടാണ്. മാത്രമല്ല, താൻ ഉദ്ഘാടകനായി ചുമതലയേറ്റിരുന്ന കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ പൊതുയോഗത്തിൽ നിന്നും ചാണ്ടി വിട്ടുനിൽക്കുകയും ചെയ്തു. ആദ്യം അണികൾക്കിടയിൽ ഉണ്ടാവട്ടെ വിശ്വാസം, അല്ല പിന്നെ തന്നോട് മാത്രമല്ല പോര് കാണിച്ചിരിക്കുന്നത് എന്നതാണ് മൂപ്പർക്ക് കൂടുതൽ വിഷമമായതത്രേ. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ K ശിവദാസൻ നായരെ കൂടി കോൺഗ്രസ് ഒഴിവാക്കിയിട്ടുണ്ട് പോലും. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? എന്നാൽ സംഭവം നമ്മൾ ആരും കരുതിയതുപോലെ അല്ല എന്നാണ് ചാണ്ടി പറയുന്നത്. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഫോട്ടോയും മെസ്സേജും ഒക്കെ കൊണ്ട് ഫോൺ ആകെ ഹാങ് ആകുകയായിരുന്നു അത്രേ. അപ്പോഴാണത്രേ മൂപ്പർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതും കൃത്യമായി ഈ സമയത്ത് തന്നെ ഫോൺ ഹാങ്ങായി. കലികാലം അല്ലാണ്ടെന്താ? ഏറ്റവും കോമഡി, കണ്ണും പൂട്ടിയുള്ള എക്സിറ്റ് ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ നിന്നും പോയി എന്നതുപോലും പുള്ളിക്കാരൻ അറിയില്ല എന്നുള്ളതാണ്. അതേസമയം തൻ്റെ അഭിപ്രായം പാർട്ടി വിരുദ്ധമായിരുന്നില്ലെന്നും തന്നെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയതിനുള്ള വേദന പറഞ്ഞതിനോടൊപ്പം തന്നെ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും വ്യക്തമാക്കിയിരുന്നു എന്നുമാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ അബിൻ വർക്കിയെ ഒഴിവാക്കിയതിലും അഭിപ്രായം പറഞ്ഞതിനു ശേഷം പാർട്ടി നിലപാട് അംഗീകരിക്കുന്നതായി വ്യക്തമാക്കിയിരുന്നു അത്രേ. എന്നാൽ വ്യാഴാഴ്ചത്തെ ചാണ്ടിയുടെ പ്രതികരണം കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും വലിയ അതൃപ്തി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, രമേശ് ചെന്നിത്തലയുമായി അടുപ്പമുള്ള നേതാവാണ് അബിൻ. അബിനെ ഒഴിവാക്കിയതിൽ I ഗ്രൂപ്പിന്റെ അതൃപ്തി നിലനിൽക്കവെയാണ് അവർക്ക് പൂർണ്ണ പിന്തുണയുമായി ചാണ്ടിയുടെ വരവ്. അതോടെ ഹൈക്കമാൻഡിലെ ചിലർക്കെതിരെ AI ഗ്രൂപ്പുകളിലെ ഒരുമിക്കലും കോൺഗ്രസ് പുനഃസംഘടനയിൽ അവഗണിക്കപ്പെട്ടവരും കൂടിയായപ്പോൾ സംഗതി വീണ്ടും കൊഴുക്കുകയായിരുന്നു. അല്ലെങ്കിലും പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ കൂരായണ എന്നത് രാഷ്ട്രീയക്കാർക്കിടയിൽ പതിവുള്ളതാണ്. അതിന് മാത്രം ഇടതെന്നോ വലതെന്നോ ഒരു വ്യത്യാസവും ഉണ്ടാവാറില്ല. ചാണ്ടി ഉമ്മൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത്. കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞാൽ എല്ലാം തിരിഞ്ഞോളൂന്നേ.